ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. സോ ഇതാണ് നമ്മൾ കാത്തിരുന്ന പടം, ഇതാണ് നമുക്ക് വേണ്ട പടം. ദാറ്റ് ഈസ് ലാലേട്ടന്റെ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും. ഗംഭീര സിനിമ എന്ന് പറഞ്ഞ ഗംഭീര സിനിമ. എനിക്ക് ആ ഗൂസ് ബമ്പ് അടിച്ച് ഇപ്പോഴും ഇരിക്കുകയാണ്. എനിക്ക് ആ ഒരു ഹാങ് ഓവർ സ്റ്റിൽ ഇപ്പോഴും മാറിയിട്ടില്ല. ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീര പടം. മോഹൻലാൽ ഭരദ്വാജ് രംഗന് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സിനിമയെ പറ്റിയിട്ട്. ഇറ്റ്സ് ലൈക്ക് എൻ ദൃശ്യം കൈൻഡ് ഓഫ് മൂവി. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആകാംക്ഷ ഉണ്ടായിരുന്നു. ദൃശ്യം പോലത്തെ ഒരു സിനിമയായിരിക്കുമോ, ഏത് തരത്തിലായിരിക്കും ഇതൊക്കെ വരുന്നുണ്ടായിരിക്കും എന്നുള്ളത്. ഇതൊരു ദൃശ്യം പോലത്തെ മൂവി എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ അവിടെ ഒക്കെ ഒരു സാമ്യമുണ്ട്. എന്ന് കരുതി ദൃശ്യം തന്നെയല്ല ഈ ഒരു സിനിമ. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടി നമ്മൾ പിടിച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മേ ബി ഒരു വൺ ലൈൻ കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിൽ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നതും മേക്ക് ചെയ്തിരിക്കുന്നതും ടോപ്പ് നോച്ച് വേറെ ലെവലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ ഒരു ഫാമിലി അവരുമായി ബന്ധപ്പെട്ടുള്ള എന്റർടൈൻമെന്റ്സ്, കോമഡി പരിപാടികൾ, കാര്യങ്ങൾ അങ്ങനെ ഭയങ്കര ലൈവിലായിട്ട് ജോളിയായിട്ട് പോകുന്നൊരു സിനിമ. ഫസ്റ്റ് ഹാഫിലോട്ട് എത്തുമ്പോൾ സിനിമയുടെ ട്രാക്ക് ടോട്ടലി ചേഞ്ച് ചെയ്തൊരു സസ്പെൻസ് ത്രില്ലർ ജോണറിലോട്ട് സിനിമ മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഏകദേശം ഒരു ദൃശ്യത്തിനോടുള്ള ഒരു ട്രാക്ക് പോലെ തന്നെയാണെന്ന് തോന്നുന്നു. ബട്ട് നടക്കുന്ന ഇൻസിഡന്റുകളും കാര്യങ്ങളൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആണ്. സോ അത് വേണമെങ്കിൽ നമുക്ക് ദൃശ്യത്തിനോട് സാമ്യം ഉണ്ടെന്ന് പറയാം. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു സിനിമ അതിന്റെ മാക്സിമത്തിൽ എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഈ ഒരു റിവ്യൂ കാണണം നിർത്തുക. ആരുടെയും റിവ്യൂ കാണണ്ട, ആരുടെയും വീഡിയോസ് ഒന്നും കാണണ്ട. ഡയറക്റ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കുക, തിയേറ്ററിൽ പോയിരുന്നു സിനിമ കാണാന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ട്രെയിലർ വേണമെങ്കിൽ ട്രെയിലർ കണ്ടോ, ദാറ്റ്സ് ഇനഫ്. എന്നാലാണ് ഈ ഒരു സിനിമ നമുക്ക് എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിരിക്കും, എത്രത്തോളം ഒരു എക്സ്പീരിയൻസ് തരുന്നുള്ളത് പറയാനായിട്ട് പറ്റുള്ളൂ. എന്തുകൊണ്ട് ഈ ഒരു സിനിമയ്ക്ക് ഇവർ അധികം പ്രൊമോഷൻ കൊടുത്തില്ല, എന്തുകൊണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ പ്രസ് മീറ്റും മറ്റു പരിപാടികളോ കാര്യമായിട്ടൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ കണ്ടന്റ് അത്തരത്തിലാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞ് ഒരുപാട് സ്പോയിലറായി പോകും എന്നുള്ളത് കൊണ്ട് എനിക്കും പറയണതിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലോട്ട് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഭയങ്കര സ്പോയിലറായിട്ട് പോകും. സോ നിങ്ങൾക്ക് പടത്തിനെ പറ്റി കൂടുതലൊന്നും അറിയണ്ട, എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക, തിയേറ്ററിൽ പോയിട്ട് കാണാം. ഇനി അല്ല, എനിക്ക് സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ളവർക്ക് കണ്ടിന്യൂ വാച്ചിങ്. സോ നമുക്ക് സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലോട്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. ഷൺമുഖൻ എന്ന് പറയുന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ബെൻസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കാരണം ഭയങ്കര വണ്ടിയോട് ഇഷ്ടമുള്ള ഒരാളാണ്. സോ സ്വന്തമായിട്ടൊരു ബ്ലാക്ക് അംബാസഡർ കാറുണ്ട്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു വരുമാന മാർഗം. ഭയങ്കര ഇമോഷണൽ അറ്റാച്ച് ആയിട്ടുള്ള ഒരു കാറാണത്. സോ ഭാര്യയായിട്ട് ശോഭന ഉണ്ട് അവിടെ, ഓൾസോ 2 മക്കളുണ്ട്. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്ന കുടുംബം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു കാർ പോലീസ് പിടിച്ചെടുക്കുന്നു. അതിനോടൊപ്പം തന്നെ കുറച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട്. സോ തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇത്ര മാത്രമാണ് എനിക്കൊരു സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലോട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ട് തന്നെ അറിയണം. ദെൻ ഇനി ആരെ പറ്റി പറഞ്ഞു തുടങ്ങും എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു കൺഫ്യൂഷൻ. സോ തരുൺ മൂർത്തിയെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു തുടങ്ങണം. കാരണം എന്നടാ പണി വെച്ചിരിക്കുക തരുൺ മൂർത്തി. നിങ്ങൾ ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, സൗദി വെള്ളക്ക എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതിനുശേഷം ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അദ്ദേഹം ആ ഒരു സിനിമയെ ക്യാരി ചെയ്തിരിക്കുന്ന രീതി വാസ് സൂപ്പർബ് എന്ന് പറഞ്ഞാൽ സൂപ്പർബ്. ഒരു ഫാൻ ബോയ് ആണ് അദ്ദേഹം ലാലേട്ടന്റെ. സോ ഒരു ലാലേട്ടന്റെ സിനിമയെ ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർഡത്തിനെ മാറ്റി വെച്ചുകൊണ്ട് തനിക്കിഷ്ടപ്പെട്ട തരത്തിൽ അല്ലെങ്കിൽ തനിക്കിഷ്ടപ്പെട്ട ആ ഒരു സ്റ്റോറിയിലോട്ട് ലാലേട്ടനെ പ്ലേസ്മെന്റ് ചെയ്തു എന്നുള്ളത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിരുന്നു. സോ അത് തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്റ്റോറിയിൽ ലാലേട്ടനെ കൊണ്ട് പ്ലേസ് ചെയ്തു. അതൊരു താരത്തിന് വേണ്ടിയിട്ടുള്ള സിനിമയൊന്നല്ല അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അഴകും ഭംഗിയുണ്ട്. ഒരുപാട് ബ്രില്യൻസ് പരിപാടി പുള്ളിക്കാരൻ പിടിച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതും സിനിമയുടെ അവസാനത്തിലോട്ട് എത്തുമ്പോൾ അത് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ബ്രില്യൻസുകൾ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇതിന്റെ സ്റ്റോറി റൈറ്റ് ചെയ്തിരിക്കുന്നത് കെ ആർ സുനിലും തരുൺ മൂർത്തിയും ചേർന്ന് തന്നെയാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് പോലും ഈവൻ കെട്ടിരിക്കുന്ന ഈ വാച്ചിലെ സമയം പോലും എനിക്ക് നോക്കാൻ തോന്നിയിട്ടായിരുന്നില്ല. എനിക്കറിയാം സമയം പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞിട്ടുണ്ടോ, എത്ര മണി ആയിട്ടുണ്ട് എന്നൊക്കെ പലപ്പോഴും സിനിമ കാണുമ്പോൾ ചിന്ത വരാറുണ്ട്. ബട്ട് എന്തൊക്കെ ചിന്ത വന്നാലും വാച്ച് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അത്രയും ഇമ്മേഴ്സ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സിനിമയിലോട്ട് ഇന്നായിട്ടിരിക്കുന്നത്. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് ആണ് ഈ ഒരു സിനിമയിലുള്ളതാണ് പറയാനായിട്ടുള്ളത്. ദെൻ പെർഫോമൻസ് സൈഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ പെർഫോമൻസ് ഈ ഒരു സിനിമയിൽ കിട്ടിലനായിട്ടുണ്ട്. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, ഭയങ്കര രസമുള്ള, ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ലാലേട്ടനെ ഫസ്റ്റ് ഹാഫിൽ കാണാനായിട്ട് സാധിക്കും. സെക്കൻഡ് ഹാഫിൽ അതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ലാലേട്ടനെ കാണാനായിട്ട് സാധിക്കും. അത് ഏത് തരം ലാലേട്ടനാണെന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം.
ദെൻ ശോഭനയാണെന്നുണ്ടെങ്കിലും ശോഭനയുടെ ചില സമയത്ത് ഒരു ലുക്കൊക്കെ ഉണ്ട്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ ഉള്ള ഒരു നോട്ടൊക്കെ കിട്ടില്ലാൻ. മണിമ്പിള്ള രാജു ആണെന്നുണ്ടെങ്കിലും ഫർഹാൻ ഫാസിലാണെന്നുണ്ടെങ്കിലും ബിനു പൊപ്പ ആണെന്നുണ്ടെങ്കിലും ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി പറയാൻ പോകുന്ന ആ ഒരു നടന്റെ പേര് പ്രകാശ് വർമ്മ. അദ്ദേഹത്തിനെ പറ്റി ഇനി ഒരുപാട് പേര് ചർച്ച ചെയ്യും, ഒരുപാട് പേര് സംസാരിക്കുന്നുള്ള 100% ഉറപ്പാണ്. ഗംഭീര പെർഫോമൻസ്. ഞാൻ അദ്ദേഹത്തിനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം വോഡാഫോൺ സൂസുവിന്റെ ആഡിന്റെ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹം നിർവാണ ഫിലിംസിന്റെ ഓണർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമയിലുള്ള പെർഫോമൻസ്, CA ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേഷം രക്ഷ ഉണ്ടായിരുന്നില്ല. ഡയലോഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ലുക്ക് ആണെന്നുണ്ടെങ്കിലും മാനർസ് ആണെന്നുണ്ടെങ്കിലും കിഡിലൻ സൂപ്പർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ദെൻ സിനിമയിലെ ടെക്നിക്കൽ സൈഡ്, ജേക്സ് ബിജോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് സെക്കൻഡ് ഹാഫിലൊക്കെ എത്തുമ്പോൾ. സെക്കൻഡ് ഹാഫിലല്ല, ഫസ്റ്റ് ഹാഫിൽ തന്നെ ഉണ്ട്. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു കിക്ക് തന്നത് സെക്കൻഡ് ഹാഫിൽ ഒരു സീക്വൻസിൽ ഒരു സോങ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയാം. ആ ഒരു സമയത്ത് കാണിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട് ലാലേട്ടൻ്റെ. എൻ്റെ പൊന്നു, ഇപ്പോഴും പറയുമ്പോൾ ഇത് രോമാഞ്ചാണ്. ഭയങ്കര രസമായിട്ട് ശരിക്കും എലവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ കിഡിലനായിട്ടാണ് ജേക്സ് ബിജോയ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ വിട്ടുപോയിട്ടുള്ള നിഷാദ് യൂസഫ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. സോ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഷാജി കരുണിന്റെ സിനിമോഗ്രാഫി എടുത്തു പറയണം. ചില ഷോട്ടുകൾ ചെയ്തിരിക്കുന്നത് അത് കുറച്ച് സ്ലോ മോഷൻ പരിപാടികൾ, കുറച്ച് ക്ലീഷേ ആണെന്നുണ്ടെങ്കിൽ പോലും അത് കൊണ്ടുവരുന്ന കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ട്. അതൊക്കെ ടോപ്പ് നോച്ച് എന്നുള്ളതാണ് പറയാനായിട്ടത്. സോ ഇനിയും കുറെ പറയണമെന്നുണ്ട്. ഇതിനി പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്പോയിലറായി പോകാം എന്ന് കരുതിക്കൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ ഞാൻ വീണ്ടും പറയുന്നു, ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു പടമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു സിനിമയ്ക്കുള്ള റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ടായിരിക്കുന്നത്. ബോക്സ് ഓഫീസ് കിടന്ന് കുലുങ്ങും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. സോ ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. നല്ലൊരു ക്രൗഡിനോടൊപ്പം തന്നെ ഈ ഒരു സിനിമയിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. നമുക്ക് നല്ല ഒരു സിനിമ കണ്ടു കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവില്ലേ, അതൊരു സിനിമ ലവർക്ക് അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് മനസ്സിലാവുള്ളൂ. അത് കണ്ടു കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിനാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഭയങ്കര സന്തോഷം ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു കാണുമ്പോഴേക്കും ഗുഡ് ബൈ.